ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ നടന്ന വേറൊന്നും അല്ല കേട്ടോ. നമ്മുടെ സച്ചി ആണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പിണക്കം മാറ്റാൻ വേണ്ടി അച്ഛമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കണം. അപ്പം ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. അപ്പം അച്ഛമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ രേവതി ഇനിയിപ്പോൾ വണ്ടി എടുക്കണമെങ്കിൽ അച്ഛമ്മ വന്ന് പ്രശ്നം മാറ്റാതെ വണ്ടി എടുക്കില്ല എന്ന് രേവതി പറഞ്ഞതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ വണ്ടി എടുക്കണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പിണക്കം മാറ്റാതെ യാതൊരു രക്ഷയില്ലെന്ന് സച്ചിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് സച്ചി എന്ത് ചെയ്യുന്നത്, നേരെ അച്ഛമ്മേനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അച്ഛമ്മ വിളിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുകയുള്ളൂ. അച്ഛമ്മ വന്നാലേ രവീന്ദ്രൻ കേൾക്കുകയുള്ളൂ. രവീന്ദ്രനോട് മക്കളെല്ലാവരും മാറി തിരിഞ്ഞ് പറഞ്ഞൊക്കെ നോക്കി, എന്നിട്ടൊന്നും യാതൊരു മാറ്റവും ഇല്ല. നമ്മുടെ രവീന്ദ്രൻ കല്ല് പോലെ ഇവിടെ നിൽക്കുകയാണ്. രവീന്ദ്രൻ മാറത്തേ ഇല്ല. രവീന്ദ്രൻ ചന്ദ്രയോട് മിണ്ടത്തില്ല, ചന്ദ്ര കൊടുക്കുന്നത് കഴിക്കത്തില്ല, കൂടെ കിടക്കത്തില്ല, ഇരിക്കത്തില്ല, ഉറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പിടിവാശിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിക്ക് ഇനിയിപ്പോൾ അവസാന വഴി നമ്മുടെ അച്ഛമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ അച്ഛമ്മ വന്ന് ഇറങ്ങുന്നു. അച്ഛമ്മ വന്ന് ഇറങ്ങിയത് നമ്മുടെ ചന്ദ്ര അച്ഛമ്മേനെ കണ്ടു. അതുപോലെ തന്നെ രേവതി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രേവതി വിളിച്ചു പറഞ്ഞിട്ടാണ് അച്ഛമ്മ വന്നത് എന്നാണ് നമ്മുടെ ചന്ദ്ര കരുതിയത്. അപ്പം രേവതിനെ ഒരു നോട്ടമൊക്കെ നോക്കി. അപ്പോഴത്തേക്കും തന്നെ അച്ഛമ്മ പറഞ്ഞു, വേണ്ടടി, അവളെ നീ നോക്കുമൊന്നും വേണ്ട. അവൾ പറഞ്ഞിട്ടൊന്നും അല്ല ചന്ദ്രേ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നെ വന്ന് സച്ചി കണ്ട് അവൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. പിന്നെ അച്ഛമ്മ വന്നത് നല്ലതാ ചന്ദ്രയ്ക്ക്, കാരണം രവീന്ദ്രന് മിണ്ടാതിരിക്കുന്നത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛമ്മ വന്നത് നല്ലതാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ചന്ദ്ര കാണുന്നുണ്ട്. പക്ഷേ അച്ഛമ്മയുടെ ശല്യം ഇഷ്ടമല്ല. അച്ഛമ്മ അതും ഇതുമൊക്കെ പറയുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വന്നത്. രവീന്ദ്രനോട് പറഞ്ഞു, എന്താടാ നീ കാണിക്കുന്നത്? ഇതുവരെ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, നിന്റെ കെട്ടിയവൾ ഇപ്പം മാത്രമാണോ ഇതൊക്കെ ചെയ്യുന്നത്? അത് കൊള്ളാലോ. നല്ല പ്രായത്തിൽ അവളോട് നീ പിണങ്ങിയിരുന്നിട്ടില്ലല്ലോ, പിന്നെ ഈ വയസ്സാം കാലത്ത് എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? എന്നാണുമില്ലേടാ രവീന്ദ്ര നിനക്കെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. പറഞ്ഞു, അതെ, ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതാണ്. ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളെ കണ്ടല്ലേടാ ഈ 3 മക്കളും പഠിക്കേണ്ടത്. നിങ്ങളല്ലേ അവർക്ക് മാതൃകയാകേണ്ടത്. നിങ്ങൾക്ക് മാതൃകാ ദമ്പതികളായിട്ട് പോരെ അവരെ ഗുണദോഷിക്കാനും എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കിയിരിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ചന്ദ്രേ, നീ ചെയ്തത് ശരിയല്ല. നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്തിനാടി രേവതിയുടെ സ്വർണം എടുത്ത് അവനെ നീ എന്തിനാ ഇങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തുന്നത്? അവൻ 7 ഡിഗ്രി ഉണ്ട്, 8 ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ വല്ല കഴിവുണ്ടോ? അവൻ ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത് നീ വെയിലടുപ്പിക്കാൻ പോലും സമ്മതിക്കാതെ അവനിപ്പോൾ വെയിലടിച്ചു കഴിഞ്ഞാൽ വീഴുന്ന അവസ്ഥയല്ലേ? അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? നാണമില്ലല്ലോടി നിനക്കൊക്കെ. നീയൊക്കെ രേവതിയുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി അവന് കൊടുക്കാനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, അത് പിന്നെ പറ്റിപ്പോയി അമ്മയെന്ന് പറയുമ്പോൾ, പറ്റിപ്പോയെന്നോ? ഓഹോ, അതെങ്ങനെയാ പറ്റിപ്പോകുന്നത്? എടി, നിന്റെ മോനെ നീ നേരെ വണ്ണം വളർത്താഞ്ഞിട്ടല്ലേ? അതെങ്ങനെയാ? നാഴിക്ക് 40 വട്ടവും നീ പറയുന്നത് സച്ചിയാണ് പിഴച്ചത്, സച്ചിയാണ് അങ്ങനെ, സച്ചിയാണ് ഇങ്ങനെ എന്നല്ലേ? എടി, അവനെ ഞാൻ അന്തസ്സായിട്ട് വളർത്തിയത്. അവൻ എവിടെ തെറ്റ് കണ്ടാലും പോയി പ്രതികരിക്കും. ആരെങ്കിലും അവനെ എതിർത്ത് കഴിഞ്ഞാൽ അവൻ പോയി 2 തല്ലും. അവൻ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ അവനെ ഞാൻ കക്കാനും മോഷ്ടിക്കാനും ഒന്നും പഠിപ്പിച്ചിട്ടില്ലടി. മറ്റുള്ളവരുടെ വേദന കണ്ട് ആസ്വദിക്കാനോ അങ്ങനെയൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അവൻ നിന്റെ അടുത്തെങ്ങാണോ നിന്ന് വളർന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ സച്ചി മോനും പോയേനെ, ഉറപ്പായിട്ടും അവനും പോയേനെ. പക്ഷെ അവനെ ഞാൻ അന്തസ്സായിട്ട് വളർത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അച്ഛമ്മേനെ നോക്കിയിട്ട് കൊള്ളാം അച്ഛമ്മേ, സൂപ്പറാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്ത് സൂപ്പർ? അതെ, നീ അവിടെ മിണ്ടാതിരിക്കുക. അല്ല, നീയൊക്കെ കൂടി ചേർന്നല്ലേ ഇപ്പം ഇത്രയും പ്രശ്നമായത്. നിനക്കൊക്കെ നിന്റെ തള്ളേനെയും തന്തേനെയും ഒതുക്കി നിർത്താൻ പറ്റത്തില്ലെങ്കിലേ പിന്നെ എന്താ ചെയ്യുക? അവിടുന്ന് പണിയും മെനക്കെട്ട് ഞാൻ വരണ്ടേ? ഇന്നാണെങ്കിൽ നില ഉഴാനൊക്കെ അവിടെ ആൾക്കാരൊക്കെ ഉള്ളതായിരുന്നു. അതൊക്കെ ഇട്ടിട്ടാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. രവീന്ദ്ര, നിനക്ക് എന്താ വേണ്ടത്? നീ അത് ആദ്യം പറ. അത് പിന്നെ അമ്മേ, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചന്ദ്രയോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ നന്നായിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടും മാത്രമല്ല. അവള് രേവതിയുടെ പൈസ എടുത്തു കൊടുത്തു, അതൊക്കെ പൈസയല്ല, സ്വർണ്ണം എടുത്തു കൊടുത്തു, അതൊക്കെ ശരിയാണ്. പക്ഷേ രേവതിനെ അവള് ഇവിടെ ഇട്ട് പെടാപ്പാട് പെടുത്താണ്. ആ പെങ്കൊച്ച് എന്ത് തെറ്റ് ചെയ്തിട്ടാ ആ പെങ്കൊച്ച് ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്? അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ കിടന്ന് അധ്വാനിച്ച് എല്ലാവർക്കും തീറ്റ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൾക്ക് കുറച്ച് ആശ്വാസത്തിന് വേണ്ടി അവൾ പൂ വിൽക്കാൻ വേണ്ടി പോകുന്നത്. അവളുടെ ഭർത്താവിനൊന്ന് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം എന്ന് ഓർത്തിട്ട് അവൾ പൂ വിൽക്കാൻ പോകുന്നു. എന്നിട്ടും വൈകിട്ട് വന്ന് അവള് കിടന്ന് അധ്വാനിക്കുന്നു. അത് തന്നെ വെച്ച് വിളമ്പി കഴിച്ചിട്ട് അവളുടെ മെക്കിട്ട് കയറാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അമ്മേ ശരിയാകുന്നത്? ഏതെങ്കിലും മനസ്സുള്ളവൻ അല്ലെങ്കിൽ മനസ്സാക്ഷിയുള്ളവൻ അത് കണ്ടു നിൽക്കാൻ പറ്റുമോ? ഇവക്ക് മനസ്സുമില്ല, മനസ്സാക്ഷിയില്ല. ഇവളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അമ്മ പറഞ്ഞത് ശരിയാ. നല്ല പ്രായത്തിൽ ഞാൻ ഇവളെ തല്ലിയിരുന്നെങ്കിൽ, തല്ലി ഇവളെ നേരെ ആക്കിയിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ആ സമയത്തെ എനിക്ക് ഇവളെ തല്ലാൻ തോന്നിയില്ല, പിണങ്ങാൻ തോന്നിയില്ല. അതാ എനിക്ക് പറ്റിപ്പോയ തെറ്റ്. അല്ലായിരുന്നെങ്കിലേ ഇപ്പം ചന്ദ്ര ഇവിടെ നിൽക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇനി ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രവീന്ദ്ര, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേറൊന്നുമല്ല, എന്നോട് മാപ്പ് പറയണ്ട, രേവതിയോട് ഇവള് മാപ്പ് പറഞ്ഞേ പറ്റൂ. രേവതിയോട് ഇവള് മാപ്പ് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇവളോട് സംസാരിക്കാം, മിണ്ടാം, പഴയതുപോലെ ആകാം. അല്ലാതെ ഇവള് പിടിച്ച മൊയിലിന് ഇത്ര കൊമ്പാണെന്നും പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല. എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അമ്മേ. അതാ എനിക്ക് പറയാനുള്ളത്. മാപ്പ് പറയാൻ പറ്റുമോ? പറയാം. അല്ലെങ്കിൽ ആ പൈസ മുഴുവനും തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിന് പറ്റുമോ? ഇപ്പം തന്നെ മുഴുവൻ പൈസയും തിരിച്ചു കൊടുക്കണം. എവിടെന്നോ 2.5 ലക്ഷം രൂപ എങ്ങാണ്ട് കൊണ്ട് കൊടുത്തു, അതൊക്കെ ശരിയാ. അതൊന്നുമല്ല, അവർക്ക് ഇപ്പം തന്നെ ബാക്കി പൈസ കൊടുക്കണം, എങ്കിലും ഓക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അത് ശരിയാ അച്ഛൻ പറഞ്ഞത്. മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രേവതിക്ക് ഇപ്പം ആരുടെയും മാപ്പോ കോപ്പോ കിട്ടിയിട്ടൊന്നും വയറ് നിറയാൻ പോകുന്നില്ല. അതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പം അച്ഛൻ പറഞ്ഞത് ശരിയാ. അതെ, ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡീൽ ഉറപ്പിക്കുക, മാസം മാസം തോറും അവൻ ഇത്ര പൈസ തന്നത് തീർക്കാന്ന് പറ. അല്ലാതെ ഞാൻ സമ്മതിക്കത്തില്ല. ഇതേ അച്ഛൻ്റെ പൈസയല്ല. അച്ഛൻ്റെ പൈസയാണെങ്കിൽ ഇതേ എല്ലാവർക്കും ഒരുമിച്ച് അവകാശപ്പെട്ട പൈസയാണെന്നറിയാം. ഇത് രേവതിക്ക് വേണ്ടി അച്ചമ്മ കൊടുത്ത സ്വർണത്തിന്റെ പൈസയാണ്. അതിന് വേറെ ആരും അവകാശികളല്ല. അതിന് അവകാശികളാകാൻ ഞാനിട്ട് സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് പൈസ തന്നെ പറ്റൂന്ന്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞു അതെങ്ങനെ ശരിയാകും? എനിക്കാണെങ്കിൽ ഇപ്പം വലിയ കച്ചവടം ഒന്നും കടയിൽ നടക്കാറില്ല. ശ്രുതിക്കാണെങ്കിലും വലിയ കച്ചവടം ഒന്നും ഇല്ല. ഇപ്പം അവിടെ കസ്റ്റമേഴ്സൊക്കെ വരുന്നതൊക്കെ കുറവാണ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വാടക കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, സാധനം എടുക്കണം. ഇതൊക്കെ എങ്ങനെയാണ് അച്ചമ്മ ശരിയാകുന്നത്? അതൊന്നും അച്ചമ്മ പറഞ്ഞാലൊന്നും ശരിയാവത്തൊന്നുമില്ല. ഞങ്ങൾ മാസത്തിന് പൈസയൊന്നും കൊടുക്കത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശ്രുതിയും പറഞ്ഞു അതെ അച്ചമ്മ, അത് ശ്രുതി പറഞ്ഞത് ശരി. അങ്ങനെ മാസം തോറും പൈസയൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ഇല്ല. പിന്നെ ഒരു വർഷത്തിനുള്ളിൽ ഇത്ര പൈസ കൊടുക്കാമെന്ന് പറയാന്നുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി സമ്മതിക്കുന്നില്ല. അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഞങ്ങൾക്ക് മാസം തന്നെ കിട്ടണം. നിങ്ങൾക്ക് മാസം പിരിഞ്ഞ് കിട്ടുന്നതാണുള്ള പൈസ, അതുപോലെ ഞങ്ങൾക്ക് മാസം തന്നെ പിരിഞ്ഞ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, രേവതിയോട് മാപ്പൊന്നും പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും അമ്പിലും വില്ലിനും അടുക്കുന്നില്ല കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അച്ചമ്മ പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യുക ചന്ദ്രൻ, നീ എന്തിനാ ഈ വാ പൊളിച്ച് ഇവിടെ നോക്കി നിൽക്കുന്നത്? നീ നിന്റെ മകന് വേണ്ടിയല്ലേ പൈസ എടുത്ത് കൊടുത്തതാ? എന്നാൽ പിന്നെ മര്യാദയ്ക്ക് നീ നിന്റെ മകനോട് പറ പൈസ കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രയ്ക്ക് വേറൊരു നിവർത്തിയില്ലല്ലോ. പിന്നെ അതുകൊണ്ട് ചന്ദ്ര പറഞ്ഞു ശ്രുതി നീ മാസം കറക്റ്റ് പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് തന്നെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, വേറൊരു അപ്പീലും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു ഓക്കെ അമ്മേ, ഓക്കെ മാസം പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഡീൽ ഉറപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ മിണ്ടത്തില്ല. എന്നാലും രവീന്ദ്രൻ കുറച്ച് പിടിച്ചു വെച്ചൊക്കെയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന. പഴയ ആ ഒരു എന്താ പറയുക, ചന്ദ്ര എന്തൊക്കെ ചെയ്താലും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ഒരു രവീന്ദ്രൻ ഉണ്ടായിരുന്നു. ആ ഒരു രവീന്ദ്രൻ അല്ല കേട്ടോ. അത് നമുക്ക് ഇനി അങ്ങോട്ട് ഉടനീളം കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ ശ്രുതി ചന്ദ്രനെ വിളിച്ചിട്ട് എന്തു പരിപാടി അമ്മ പറഞ്ഞത്? മാസം ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാ പൈസ? അമ്മ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല മാസം പൈസ ഉണ്ടാക്കാനൊന്നും. എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ തന്നെ ഇപ്പം കട എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, നഷ്ടത്തിലില്ലാതെ ലാഭത്തിൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. അതിൻ്റെ കൂടെയാ അമ്മയുടെ ഒരു പൈസ എന്ന് പറഞ്ഞപ്പോൾ എടാ നീ എന്തിനാടാ വിഷമിക്കുന്നത്? നിന്റെ ഭാര്യയുടെ അച്ഛന് അങ്ങ് മലേഷ്യയിൽ നിന്ന് പൈസ അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ തീരാന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എടാ നീ നിന്റെ ഭാര്യയോട് പറ, ശ്രുതിയോട് പറ എത്രയും പെട്ടെന്ന് പൈസ അയച്ചതാ, എന്നില്ല ഈ പ്രശ്നം മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് നീ ശ്രുതിയോട് പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് എങ്ങനെയാ അമ്മേ പറയാൻ പറ്റുന്നത്? ഈ 2.5 ലക്ഷം രൂപ അവളുടെ അച്ഛനല്ലേ തന്നത്. അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒരു 2.5 ലക്ഷം രൂപ അവിടെ കിടക്കുന്ന കോടീശ്വരന് ഒരു 2.5 ലക്ഷം രൂപയൊക്കെ ഇവിടെ നമ്മൾ ഈ 1 രൂപ ചില്ലറ പൈസ പിറക്കി എടുക്കുന്ന പോലെ ഉള്ളൂ. അതൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ എന്ത് ചെയ്യും? ഞാൻ അവളോട് പറയാമെന്നും പറഞ്ഞു നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനില്ലാത്തൊരു ആളാന്ന് പോലും അറിയത്തില്ല. പാവം നമ്മുടെ ശ്രുതി ഇനിയിപ്പം ബാക്കി 2.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ബാക്കി പൈസ നമ്മുടെ ശ്രുതി ഉണ്ടാക്കണം. അങ്ങനെ നമ്മുടെ ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതെ മോളെ, നീ ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് നീ ഒരു കാര്യം ചെയ്യുക. നീ നിന്റെ ഇളയച്ഛനെ വിളിക്കുക. നിന്റെ അച്ഛൻ ജയിലിലാന്നല്ലേ പറഞ്ഞത്? എങ്കിലും 2.5 ലക്ഷം രൂപ തന്ന സ്ഥിതിക്ക് ബാക്കി പൈസ
ഉറപ്പായിട്ട് നിന്റെ അച്ഛൻ തരും. ഒരു 2.5 ലക്ഷം രൂപയും കൂടെ അല്ലേ, അതും കൂടെ അങ്ങ് മേടിക്ക്. അന്നാ തീരാന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നാണക്കേടാണെന്നേ, ഇതൊക്കെ വലിയ നാണക്കേടല്ലേ. ശ്രുതി നിനക്കും അല്ലേ നാണക്കേട്. അപ്പം പിന്നെ നിന്റെ അച്ഛനോട് പറ, നിന്റെ അച്ഛൻ ഉറപ്പായിട്ട് പൈസ തരുമെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയോടെ അങ്ങ് നിർബന്ധം പിടിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അത് പിന്നെ ആൻറ്റി എങ്ങനെയാണ് ആൻറ്റി ശരിയാവുന്നത്? അച്ഛനോട് എപ്പോഴും എനിക്ക് പൈസ ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ എപ്പോഴും അച്ഛനോട് പൈസ ചോദിക്കുന്നത് ശരിയാണ്, അത് മോശമല്ലേ? അല്ല, ശ്രുതിയെക്കുറിച്ച് എന്ത് വിചാരിക്കും? വേറെ ഏതെങ്കിലും രീതിയിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേറെ ഒരു രീതിയിൽ നോക്കിയിട്ട് കാര്യമില്ല മോളെ. നിന്റെ അച്ഛനോട് ഇപ്പം വിളിക്കുക. നിനക്ക് പറയാം മടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ അച്ഛനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ, ഞാൻ സംസാരിക്കാം, ഞാൻ പറഞ്ഞോളാന്നേ കാര്യങ്ങളൊക്കെ. നിന്റെ അച്ഛനോട് എനിക്ക് സംസാരിക്കുകയും ചെയ്യാം. ഇത്ര വർഷമായിട്ട് നിന്റെ അച്ഛനൊന്ന് പരിചയപ്പെടുത്തി പോലും നീ തന്നിട്ടില്ല. ഏതായാലും ശ്രുതി, അതുകൊണ്ട് ഞാൻ പറയാം, പെട്ടെന്ന് നിന്റെ അച്ഛനെ വിളിച്ചിട്ട് പൈസ അത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ശ്രുതി ആകെ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ. ഇനി ശ്രുതി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാട്ടോ. കാരണം ശ്രുതി ഇനി പൈസ ഇങ്ങനെ എപ്പോഴും ഇപ്പം തന്നെ എത്ര പേരുടെ കയ്യിൽ നിന്ന് ആ പലിശയ്ക്ക് പൈസ മേടിച്ച് അച്ഛൻ തന്നതാണ്, അവർ തന്നാണ്, ഇവർ തന്നാണ്, മറ്റവർ തന്നാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതി ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ശ്രുതിക്ക് ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ശ്രുതി ഇനിയിപ്പം സൂക്ഷിച്ചും കണ്ടു നിന്നില്ല, ശ്രുതിക്ക് പണി കിട്ടുക തന്നെ ചെയ്യും. അപ്പം ഏകദേശം ഇത്രയും ഭാഗമൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇപ്പം നെക്സ്റ്റ് വീക്ക് പ്രമോ ചെയ്യുന്നുണ്ട് നമ്മൾ നാളെ ഒരു ഉച്ചയ്ക്ക് നെക്സ്റ്റ് വീക്ക് പ്രമോ ചെയ്യുന്നതായിരിക്കും. കാരണം അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷവുമായിട്ട് എല്ലാ സൺഡേയും നമ്മൾ വരുന്നതായിരുന്നു, ഫുൾ വിശേഷം പറയുന്നതായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് 1.5 മാസമായിട്ട് നമ്മൾ വിശേഷങ്ങളിലൊക്കെ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു റീച്ചില്ലായ്മയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് വിട്ടാൽ മതി. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷൻ ലിസ്റ്റിലേക്ക് നമ്മുടെ യൂട്യൂബൊക്കെ കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യൂവേഴ്സും കൂടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.